യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. പരാതിക്കാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് സിദ്ദിഖിനെ കോടതി വിമർശിച്ചു. സിദ്ദിഖിന്റെ ലൈംഗികക്ഷമത പരിശോധിക്കുവാനും കോടതി നിർദ്ദേശം നൽകി. സിദ്ദിഖിനെതിരായ പരാതി ഗൗരവതരമെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് CS ഡയസ് വ്യക്തമാക്കി. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷിയെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. സിദ്ദിഖിൻ്റെ ലൈംഗിക ക്ഷമത പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങൾ കോടതി തള്ളി. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന സിദ്ദിഖിൻ്റെ വാദം അനാവശ്യമെന്ന് കോടതി പറഞ്ഞു. ലൈംഗിക അതിക്രമത്തിനിരയായി എന്നത് വെച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുതെന്ന് മുന്നറിയിപ്പും കോടതി നൽകി. പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത്. പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനുള്ള ശ്രമമാണെന്ന വിമർശനവും കോടതി ഉന്നയിച്ചു. സമൂഹത്തിൽ സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുവെന്ന് കോടതി ഉത്തരവിൽ ഓർമ്മിപ്പിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർക്ക് കരുത്ത് നൽകുമെന്നും അവർക്ക് മുന്നോട്ടു പോകാനാകുമെന്നും കോടതി വിലയിരുത്തി. IPC 376 ബലാത്സംഗം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തതോടെയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയെ സർക്കാർ ശക്തമായി എതിർത്തു. പ്രതിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ഇരയുടെ മൊഴി വിശ്വാസയോഗ്യമാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഉത്തരവിടുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. സിദ്ദിഖിന് ജാമ്യം നൽകാത്ത നടപടിയിൽ സന്തോഷമെന്ന് പരാതിക്കാരി. കേസ് നടക്കുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ലെന്നും പരാതിക്കാരി പറഞ്ഞു. എനിക്ക് ഹാപ്പിയാണ്, ഞാൻ സന്തോഷമുണ്ട്. മുന്നോട്ട് പോകുന്ന പ്രോസസ്സിലാണെങ്കിലൊക്കെ നീതി കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SIT ഇൻവെസ്റ്റിഗേഷനിലാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ DGPക്ക് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇലക്ട്രോണിക് എവിഡൻസ് ആണെങ്കിലും ഒക്കെ അവർക്ക് നശിപ്പിക്കാൻ ധാരാളം സമയങ്ങൾ കിട്ടുന്ന പോലെയാണ് തോന്നുന്നത്. ഈ പറയുന്ന സാക്ഷികളാണെങ്കിലും ഒക്കെ അവർ സ്വാധീനിക്കാൻ ഈസിലി പറ്റുമല്ലോ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇത്രയും ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം, അതിൻ്റെ ഗൗരവം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എല്ലാം ഇതുപോലെ മാധ്യമങ്ങളിലേക്ക് ലീക്ക് ചെയ്തതിൽ എനിക്ക് SITയോട് അതിനകത്ത് കൂടുതൽ ഇതായിട്ട് പോകുന്നില്ല. ബട്ട് എന്താണോ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ലീക്കായതിലും അത് മാധ്യമങ്ങളിലേക്ക് ചോർച്ച ചെയ്ത് കൊടുക്കുന്നതിൽ അത് അതിയായ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ DGPക്ക് അത് കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. ബാക്കി നോക്കാം, എന്താണെന്നുള്ള വരും വഴിയിൽ നോക്കാം.